കേരള വിഷൻ ന്യൂസിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് കെ ജയകുമാർ സാറാണ്. സർ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്നു, കൂടാതെ ഗാനരചയിതാവാണ്, എഴുത്തുകാരനാണ്, വിവർത്തകനാണ്. നമസ്കാരം സർ. അതിന് തന്നെ ഓണാശംസകൾ നേരുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ വക. ഓണം ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്തവണ? ഈ വർഷത്തെ ഓണാഘോഷം പൊതുവെ ഒരു ലോ പ്രൊഫൈൽ ഓണമാണ് എന്നെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും. കാരണം നമ്മൾ വയനാട്ടിലെ വലിയൊരു ദുരന്തത്തിന് ദുരന്തം അനുഭവിച്ചിട്ട് അധിക ദിവസമായില്ല. അത് ഓർമ്മയിൽ അങ്ങനെ പച്ചയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാണല്ലോ സംസ്ഥാന ഗവൺമെൻറ്റും ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ചത്. കാരണം അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം ഇങ്ങനെ ഉണ്ടായാലും നമ്മൾ അന്ന് ആ വർഷം ഓണം ആഘോഷിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ആഘോഷങ്ങൾ മിതപ്പെടുത്തണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം എല്ലാം മറന്ന് അർമാദിക്കാനുള്ള സമയമല്ല ഇപ്പോൾ. അർമാദം എന്നുള്ള വാക്കാണ് എൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ആഘോഷം വേണം, പക്ഷേ അതേസമയം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു വേദനയുടെ അന്തർധാര ഉണ്ടാവുകയും വേണം. അതാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ സവിശേഷത. ശരിക്കും ആ ദുരന്തം കൺമുന്നിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഓണാഘോഷത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ഓണാഘോഷത്തിലൂടെ അവരുടെ ഇന്ന് ഇപ്പോൾ നിലവിലുള്ള ജനങ്ങളുടെ അവർക്ക് പുതിയ ജീവിതം പടുത്തുയർത്താൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനകളോട് കൂടിയാണ് നമ്മൾ ഓണത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും പഴയ ഒരു ഓണം ആഘോഷവും ഇപ്പോഴത്തെ ഓണാഘോഷങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഇടയ്ക്ക് തന്നെ ആകാശവാണിയിൽ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വിളിച്ചു ഓണത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നോട് ഈ പഴയ ഓണത്തെ പറ്റി ചോദിക്കരുത്. കാരണം പഴയ ഓണം പോയി. നമുക്ക് പുതിയ കാലത്തെ ഈ 2000-ന് ശേഷം ജനിച്ച കുട്ടികളോട് എന്ന് പറഞ്ഞാൽ 10-24 വയസ്സുള്ള കുട്ടികളോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് അവരുടെ കാലമാണ്. നമ്മളെല്ലാം അസ്തമയ സൂര്യനെ പോലെ നിൽക്കുന്ന സമയമാണ്. മറ്റവരൊക്കെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യന്മാരാണ്. അപ്പോൾ നമ്മൾ വൺസ് അപ്പോൺ എ ടൈം ഞങ്ങളുടെ ഓണം അങ്ങനെ ഇരുന്നു, ഞങ്ങളുടെ ഓണം ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ ഓണം പോലെ നിങ്ങളുടെ ഓണം വരുമ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു അർത്ഥവുമില്ലാത്ത നൊസ്റ്റാൾജിയ പറഞ്ഞ് ജീവിതം കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് ഉത്തരം പറയാം, പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ അതിന് പ്രസക്തി. ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും ലക്ഷ്യം ഓണത്തിന് മാറ്റമുണ്ടാകുന്നു. നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ശൈലിയിലും മനോഭാവത്തിലും മാറ്റമുണ്ടാകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളതും ഒരു വ്യക്തമായ ഒരു കാലനിർണ്ണയമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വളർന്നു വന്ന സമയം 60-കൾ അല്ലെങ്കിൽ 52-ലാണ് ഞാൻ ജനിച്ചത്. 60-കൾ 70-കളിലൊക്കെ നമ്മൾ ചെറുപ്പമായിരുന്ന കാലത്തുണ്ടായിരുന്ന ഓണം. അതിനു മുമ്പ് ഒരു ഓണം കേരളത്തിലുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളർന്നു വരുന്ന കാലത്തുള്ള ഒരു ഓണമുണ്ട്. അപ്പോൾ ഓരോ കാലത്തെയും ഓണാഘോഷം, തലമുറകളുടെ ഓണാഘോഷം. ഇപ്പോൾ എൻ്റെ മക്കൾ വളർന്നു വന്ന ഓണക്കാലം എന്ന് പറഞ്ഞാൽ 80-കൾ 90-കൾ. അപ്പോൾ ഓരോ 20 വർഷം 25 വർഷം കൂടുമ്പോഴത്തേക്ക് തലമുറ മാറ്റം ഇങ്ങനെ സംഭവിക്കുകയല്ലേ. ഓരോ തലമുറയ്ക്കും അവരുടേതായിട്ടുള്ള ഓണം മാത്രമേ ആഘോഷിക്കാൻ പറ്റൂ. എൻ്റെ മക്കൾക്ക് ഞാൻ അനുഭവിച്ച ഓണം ഒരിക്കലും ആഘോഷിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആഘോഷിച്ച ഓണം ആഘോഷിക്കാൻ സാധ്യമല്ല. ഇതിനകത്ത് ഏതായിരുന്നു മെച്ചപ്പെട്ട ഓണാഘോഷം എന്ന് ചോദിച്ചാൽ ഇപ്പോഴെന്താണോ നടക്കുന്നത് തന്നെയാണ് മെച്ചം. അല്ലാതെ ഇതിനകത്ത് ഞങ്ങളുടേത് നല്ലത് നിങ്ങളുടേത് മോശം എന്നൊരു അഭിപ്രായക്കാരനല്ല ഞാൻ അക്കാര്യത്തിൽ എൻ്റെ തലമുറയോട് കുറച്ച് കലഹിച്ച് നിൽക്കുന്ന ആളാണ്. ഈ നൊസ്റ്റാൾജിയ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വൺസ് അപ്പോൺ എ ടൈം വി വർ ലിവിങ് ഇൻ എ വണ്ടർഫുൾ വേൾഡ്, യു ആർ ലിവിങ് ഇൻ എ മിസറബിൾ വേൾഡ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എവരി വേൾഡ് ഈസ് ഗുഡ്. നമ്മളതിനെ നന്നാക്കും തോറും നന്നാവും, നമ്മളതിനെ ചീത്തയാക്കി ചീത്തയാവും. അതുകൊണ്ട് ഈ തലമുറയ്ക്കിപ്പോൾ പഴയതുപോലെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ പഴയ വീടുകളില്ല, നമ്മുടെ പഴയ പറമ്പുകളില്ല, നമ്മുടെ പഴയ സൗകര്യങ്ങളില്ല, കാലമൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ചാണകം മെഴുകിയ തറയിൽ തൊടിയിൽ പോയി തുമ്പപ്പൂവും കാക്കപ്പൂവും ശംഖുപുഷ്പവും കൂടെ ഇറുത്തുകൊണ്ട് വന്ന് 4 പട്ടത്തിൽ നമ്മൾ അത്തപ്പോയിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചാണകം അന്വേഷിച്ച് പോകണമെങ്കിൽ എവിടെ പോകും? വലിയ പാട്. പിന്നെ ഇതെവിടെ മെഴുകും? എനിക്ക് മുറ്റം വേണ്ടേ? ഈ 16ാമത്തെ നിലയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഞാൻ എവിടെ കൊണ്ടിട്ടാണ് ഇത് മെഴുകുക? ആ കൂടെ ഇത്തിരി മുറ്റം ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ നമ്മൾ ടൈലിട്ടിട്ടുണ്ട്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ തൊടിയിലൊന്നും പൂക്കളില്ല, അവിടെ എല്ലാം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ വരും. ജനസംഖ്യ കൂടുന്നതനുസരിച്ച് ബിൽഡിംഗ് വരാണ്ടിരിക്കുമോ? അപ്പോൾ ഞാനീ പറയുന്നത് മാറ്റങ്ങളൊക്കെ മോശമാണ് എന്നൊരു വിചാരം നല്ലതല്ല. അതാണ് മോശം.
മാറിക്കൊണ്ടേയിരിക്കും. ആ മാറ്റത്തിനുള്ളിൽ ഓണം പ്രതിനിധാനം ചെയ്യുന്ന മൂല്യത്തെ, ഓണം എന്ന് പറയുന്നത് ഒരു ആഘോഷം മാത്രമല്ല, ആഘോഷത്തിൻ്റെ പിന്നിലൊരു മനോഭാവമുണ്ട്. ആ മനോഭാവത്തെയും ആ മൂല്യത്തെയും ആ ആശയങ്ങളെയും ആ ആശയങ്ങളുടെ ലാവണ്യത്തെയും നമ്മളുടെ ഹൃദയത്തിലും ജീവിതത്തിലും പ്രതിഷ്ഠിക്കാൻ ഓണം അവസരമാകുമെങ്കിൽ നിങ്ങൾ എങ്ങനെ അടിച്ചു പൊളിച്ചാലും എനിക്കൊരു വിരോധവുമില്ല. മനസ്സിലായില്ലേ? ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ തന്നെ ആഘോഷിക്കണം. അല്ലാതെ പഴയതുപോലെ ആഘോഷിക്കുന്നതിൽ അർത്ഥവുമില്ല, അത് ആഘോഷിക്കാൻ സാധ്യവുമല്ല, അത് യാന്ത്രികമാണിത്. ഓണം നമ്മുടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷമാണ്, ഒരു ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഒക്കെ ആഘോഷമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിന്റെ ആഘോഷമാക്കി മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ഒരു താല്പര്യങ്ങൾ ഇപ്പോൾ എല്ലാ കാലത്തും ഞാൻ ഈ പറഞ്ഞല്ലോ, സമൂഹത്തിന് രണ്ട് മുഖം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. സമൂഹത്തിലേക്ക് വളരാനും തന്നിലേക്ക് ചുരുങ്ങാനും എന്ന് പറഞ്ഞ പോലെ വിശാലമായി ചിന്തിക്കാനും വളരെ കുൽസിതമായി ചിന്തിക്കാനും ഇത് സമൂഹത്തിൽ എപ്പോഴും ഉണ്ട്. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും ചുരുങ്ങാനുള്ള കഴിവുണ്ട്. എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിക്കും. ചുരുങ്ങണമെങ്കിൽ ചുരുങ്ങിക്കോളൂ, ചുരുങ്ങി അവനിലേക്ക് ചുരുങ്ങണമെങ്കിൽ ചുരുങ്ങാം. പക്ഷേ വിവേകമുള്ളവർ പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് തന്നിലേക്ക് ചുരുങ്ങാനല്ല, സമൂഹത്തിനെ ആലിംഗനം ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ ജാതി, മതം, ദേശം ഇതൊക്കെ നമുക്ക് ആവശ്യമായിരിക്കാം, അത് ഫോർ എ ലിമിറ്റഡ് പർപ്പസ്. അതല്ലാതെ പൊതുജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഞാൻ ഇന്നാരാണ്, എൻ്റെ ജാതി ഇതാണ്, എൻ്റെ മതമാണ്, എൻ്റെ ഉപജാതി ഇതാണ്, അതിൽ തന്നെ കൂടിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഷ്ടം എന്നല്ല എന്ന് പറയാൻ പറ്റും. അത്തരക്കാരെയൊക്കെ നന്നാക്കാൻ ഈ ഓണത്തിൻ്റെ സന്ദേശത്തിൽ കാര്യമുണ്ട്. അവരതൊക്കെ പഠിച്ച് നന്നാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഈ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സമൂഹത്തിലുണ്ടല്ലോ, ഈ മുറിയിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എല്ലായിടത്തും അണുബാധയുണ്ട്, അണുക്കളുണ്ട്, എല്ലായിടത്തും വൈറസും ബാക്ടീരിയയൊക്കെ ഉണ്ട് കേട്ടോ. ചിലർക്ക് സുഖമായിട്ട് പിടിക്കും, ചിലർക്ക് പിടിക്കില്ല. ചിലർക്ക് അടുത്തൂടെ പോയാൽ ജലദോഷം പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ചിലർക്ക് പിടിക്കില്ല. നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് പിടിക്കുന്നില്ല. ഇമ്മ്യൂണിറ്റി എങ്ങനെ വന്നു? ഈ രോഗം, ഈ രോഗബാധയ്ക്കും അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസ് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടല്ലേ എന്ന് പറയുന്ന പോലെ ഈ കപടമായിട്ടുള്ള, തെറ്റായിട്ടുള്ള, കുൽസിതമായിട്ടുള്ള, ഉപരിപ്ലവമായിട്ടുള്ള, വിനാശകരമായിട്ടുള്ള ആശയധാരകളെ എൻ്റെ മനസ്സിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കില്ല എന്ന് പറയാനുള്ള ആദർശധീരതയും മൂല്യപ്രതിരോധ ശക്തിയുമാണ് ഇന്ന് ആവശ്യം. വേറെ ഒന്നും വേണ്ട. ലോകത്ത് നിങ്ങളിങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളെങ്ങനെ ഉണ്ടോ ചിന്തിച്ചോ, എൻ്റെ മനസ്സിലോട്ട് ഇത് കേട്ടില്ല അതേ പറയാൻ പറ്റും. മറ്റൊന്ന് കവിത, ഈ ഗാനരചനയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തിരക്കിനിടയിലും എഴുതാറുണ്ടോ? പുതിയ ഗാനങ്ങൾ? ഓണത്തിൻ്റെ പടങ്ങളില്ല, പക്ഷെ ഇപ്പോൾ യാതൊരു പടം വന്നു, അതിന് മുമ്പ് വേറെ ഒരു പടം വന്നു. പടങ്ങളുണ്ട്. ഇപ്പോൾ ക്രിട്ടിക്സ് അവാർഡ് ഇരിക്കുകയാണല്ലോ ഗാനരചനയ്ക്ക്. പടങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷേ പാട്ടുകളൊന്നും പഴയ പോലെ ആയുസില്ല. പാട്ടുകൾക്ക് ആയുസില്ല. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ പോലെ ജനിക്കുന്നു, മരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന് പ്രാധാന്യം കുറഞ്ഞതുകൊണ്ടാണ്. താളത്തിനും ഒരുതരം കപടമായിട്ടുള്ള ആലാപന രീതിക്കും എങ്ങനെയോ വന്ന് ഭവിച്ച ഒരു പ്രാധാന്യം, എങ്ങനെയോ എന്നേ പറയാൻ പറ്റില്ല, അത് മാറും. ഇത് മലയാളത്തിൻ്റെ ആത്മാവിന് ചേർന്ന ആലാപന രീതിയല്ല ഇന്ന് മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ആലാപന രീതി. ഉദാഹരണത്തിന് പ്രണയം എന്ന് പറയുന്നൊരു വാക്ക് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? പ്രണയം. അത് പ്രണയമേ എന്ന് പറയാൻ കൊള്ളാം. അത് വേറെ ഏതോ ഇംഗ്ലീഷ് പാട്ടിൻ്റെ പറ്റിയ ട്യൂൺ എടുത്തിട്ട് വരുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. മലയാളമായിട്ട് ഉച്ചരിക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിക്കുന്ന ഒരു തലമുറയുടെ കയ്യിൽ സംഗീതം പോയി പെട്ടതാണ് അപകടം. മലയാളമായിട്ട് ഉച്ചരിക്കും, അതിൽ അഭിമാനിക്കും. ശുദ്ധമായൊരു മലയാള ഭാഷ അശുദ്ധമാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? ഇന്നുള്ളൊരു കുട്ടി ഒരു ചാനലിൽ പോയപ്പോൾ ഇതുപോലെ മലയാളം നന്നായിട്ട് മലയാളം പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയാണ് കേട്ടോ. അവിടെ കയറിയിരുന്ന അവതാരികയായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഉടനെ മലയാളത്തിന് ചരിവും. അപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് മലയാളം പറയുന്ന കുട്ടിയല്ലേ എന്ന് ചോദിച്ചാൽ, അല്ല സാർ, ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ആംഗ്ലിസൈസ്ഡായിട്ട് മലയാളം പറയണം എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള കപടമായ വിചാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ കഞ്ചാവ് വലിക്കും പോലെയാണ്. അടിമപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് മലയാളം പറയേണ്ടത്, പുതിയ തലമുറയ്ക്ക് ഇതാണ് ആവശ്യം എന്ന് ഓരോരുത്തർ ധരിച്ചു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നല്ല മലയാളം പറഞ്ഞ് മാത്രമേ നമുക്കതിന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. മലയാളം എന്ന് പറയുന്നത് നോക്കൂ, ഇതാണ് മലയാളം. അല്ലാതെ നിങ്ങളീ പറയുന്ന കുരച്ച് പറയുന്ന മലയാളമല്ല എന്ന് പറയാൻ ഉള്ള ആർജവമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ പറയുന്നവർ അവർ അഷെയിംഡ് ആവണം, അവർക്ക് നാണക്കേടുണ്ടാവണം. അയ്യേ, ഞാനിങ്ങനെ പറയാൻ പാടില്ല, മലയാളം പറയാം. ഇപ്പോൾ നമ്മൾ ഹിന്ദി അങ്ങനെ പറയാറുണ്ടോ? ഇല്ലല്ലോ. തമിഴ് അങ്ങനെ പറയാറുണ്ട്? എനിക്ക് തോന്നുന്നില്ല. തമിഴിലൊക്കെ ഞാൻ ഇടയ്ക്ക് TV ഒക്കെ കാണാറുണ്ട്. തമിഴിലൊന്നും ആരും ഈ ഇംഗ്ലീഷ് കലർത്തിയ തമിഴ് പറയാറില്ല. ഹിന്ദിയിൽ ഞാൻ കേട്ടിട്ടില്ല. ഈ മലയാളത്തിൻ്റെ ദോഷമാണ്, എന്തോ ശനിദശയാണ് ഇവിടെ. അത് പക്ഷേ നമ്മുടെ പാഠ്യപദ്ധതിയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. പാഠ്യപദ്ധതിയിൽ നല്ല മലയാളമാണല്ലോ പഠിപ്പിക്കുന്നത്. പഠിക്കാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും?
വെളിയിലിറങ്ങുമ്പോൾ അവൻ അണുബാധയാണ് അവന്. ഇത് അവനവൻ്റെ കൾച്ചറിനെ പറ്റിയും അവൻ്റെ ഭാഷയെ പറ്റിയും ഒക്കെ അഭിമാനം ഉണ്ടാവണം. പിന്നെ ഒരു തലമുറ തന്നെ വിദേശത്ത് പോകാനൊക്കെ കാത്തു നിൽക്കുമ്പോൾ അഭിമാനബോധം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കേരളത്തിലുള്ളതെല്ലാം മോശം, പുറത്തുള്ളതെല്ലാം നല്ലതെന്ന് പറയുന്ന കൊളോണിയൽ മനോഭാവത്തിൻ്റെ തേർവാഴ്ചയാണിന്ന്. അല്ല, നമുക്കിവിടെ കുഴപ്പങ്ങളുണ്ടാവാം, നമ്മുടെ സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ട്. നമ്മുടെ സമൂഹം വൺ ഓഫ് ദ ബെസ്റ്റ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ് അല്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഇത് എൻ്റെ സമൂഹമാണ്, ഞാൻ ജനിച്ച നാടാണ്, എൻ്റെ അച്ഛനും അമ്മയും പിറന്ന നാടാണ്. ഇവിടുന്ന് ഓടിക്കളയല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ തന്നെ വിദ്യാഭ്യാസം നേടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ആളുകൾ ഇങ്ങനെ ഓടുന്നത് ഒരു എസ്കേപ്പിസമാണ്, ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റാണ്. ഗാനരചനയിലോട്ട് വന്നാൽ അച്ഛൻ്റെ സിനിമയിലാണ് ആദ്യം ഗാനം എഴുതി തുടങ്ങിയത്. എങ്ങനെയാണ് അവിടേക്കുള്ള ഒരു രംഗപ്രവേശം? ഗാനരചയിതാവായിട്ടുള്ള എൻ്റെ ഒരു പ്രവേശനമായിട്ട് കരുതാൻ പറ്റില്ല. കാരണം അതൊരു കോംപ്രമൈസ്, എന്താ പറയുക, ലോളിപോപ്പ് തരുന്ന പോലെയുള്ള നീ അല്ലേ കഥയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നിനക്കൊരു പാട്ട് തന്നേക്കാം. ഞാനാണെങ്കിൽ എല്ലാ പാട്ടും എഴുതാൻ റെഡിയാണ് കേട്ടോ, എനിക്കതിന് മടിയൊന്നുമില്ല. പക്ഷേ തരണ്ടേ, ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണ്ടേ നമ്മൾ. ഞാൻ ഈ പാട്ട് മന്ദാരമണമുള്ള കാറ്റ് എന്നുള്ളത് ഒരു രാത്രി കൊണ്ട് എഴുതിയ പാട്ടാണ് അന്നും. പക്ഷേ ശ്രദ്ധിച്ചു, നമ്മൾ ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ട് പിന്നെ പ്രധാന ആളുകളൊക്കെ കാണുമല്ലോ എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു. പക്ഷേ ഞാൻ അന്ന് തൊട്ടേ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സിനിമയിലുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ 84-ലൊക്കെയാണ് പിന്നീട് ബന്ധപ്പെട്ടത്. അപ്പോഴും അതിനു മുമ്പ് ഞാൻ ഈ ഒരു മന്ദാരമണമുള്ള കാറ്റ് എന്നൊരു പാട്ട് മാത്രമേ എഴുതിയുള്ളെങ്കിൽ പോലും ഞാൻ എത്ര പാട്ടുകൾ എഴുതി കളഞ്ഞിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒഴിവുകാലം എന്നുള്ള സിനിമ വന്നപ്പോൾ എനിക്ക് അനായാസമായിട്ട് പാട്ട് എഴുതാൻ സാധിച്ചു. കാരണം ഗാനരചയിതാവുക എന്നുള്ളത് എൻ്റെ നിയോഗമായിട്ട് ഞാൻ സ്വയം ഏറ്റെടുത്തതാണ്. എങ്ങനെയാണ് എഴുത്തിലേക്ക്, പാട്ടെഴുത്തിലേക്ക് കിടക്കുന്നത്? അതിപ്പോൾ എൻ്റെ അച്ഛൻ സിനിമാ സംവിധായകനായിരുന്നെങ്കിൽ എനിക്ക് അഭിനയിക്കണം എന്ന് ഒരിക്കലും തോന്നിയില്ല. അഭിനയിക്കാനുള്ള ശരീരമൊന്നും നമുക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള വേറൊരു കാര്യം. അഭിനയിക്കണം എന്ന് എനിക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. ഒരു നടനായി കളയാം, അങ്ങനെ ഒരു വിചാരമേ എൻ്റെ മനസ്സിൽ കൂടെ പോയിട്ടില്ല. സംവിധാനം ചെയ്യണമെന്നുള്ള മോഹവും അന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴാണുള്ളത്. അന്നും ഇന്നും ബിഹൈൻഡ് ദ സ്ക്രീൻ. ഇപ്പോഴാണ് ഞാൻ തിരക്കഥയിലോട്ടൊക്കെ കടക്കുന്നത്. പക്ഷേ തിരക്കഥയൊക്കെ വളരെ വൈകി വന്ന ഇതാണ്. പാട്ട് എഴുതുക എന്നുള്ളതാണ് അത്. കാരണം ഞാനൊരു സിനിമയൊക്കെ അന്ന് സിനിമ കാണാൻ പോകുന്നതിന് അതിൻ്റെ പാട്ട് കേട്ടിട്ടാണ്. അപ്പോൾ പാട്ടുകളാണ് സിനിമയെ പിടിച്ചു നിർത്തിയിരുന്നത്. പാട്ടുകൾ ഇറങ്ങി 6 പാട്ടുണ്ട്, 6 സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് പടം കാണാൻ പോകും. ഇപ്പോൾ പാട്ടുണ്ടല്ലോ, എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് പുള്ളിയിറക്കി പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഏതൊരു സിനിമയിലൊരു പാട്ട് കേട്ട് ഹൃദയം നിൽക്കും പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ അങ്ങനത്തെ പാട്ടുകളുള്ള സമയമാണിപ്പോൾ. അങ്ങനെ ആവേശോജ്വലമായ പാട്ടുകളുള്ള സമയമാണ്. അതുകൊണ്ട് അന്നെന്ന് പറഞ്ഞാൽ പാട്ടുകൾ കേൾക്കുക മാത്രമല്ല, അന്ന് ഗാനരചനയും ഗാനചിത്രീകരണവും അതുപോലെ തന്നെ സംഗീത സംവിധാനവും അതിൻ്റെ ആലാപനവുമൊക്കെ സിനിമയുടെ വിജയത്തെ വളരെ അനുകൂലമായി ബാധിച്ചിരുന്ന ഘടകങ്ങളാണ്. യേശുദാസ് പാടണം, നിർബന്ധമാണ് പ്രൊഡ്യൂസർക്ക്. വയലാർ രാമവർമ്മയോ പി ഭാസ്കരനോ എഴുതണം. പിന്നെയാണ് തമ്പി വരുന്നത്. പിന്നെ ദേവരാജനോ ബാബുരാജോ ആയിരിക്കണം, അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തിയോ കെ രാഘവനോ ആയിരിക്കണം മ്യൂസിക് ഡയറക്ടർ. പിന്നെയാണ് അർജുനൻ മാഷ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് പാട്ടെഴുതുക എന്നുള്ളതാണ് അന്നൊരു പടം തുടങ്ങുമ്പോൾ ആദ്യം സംഭവിക്കുന്നത്. റെക്കോർഡിങ്ങാണ് ആദ്യം, പൂജ ആൻഡ് റെക്കോർഡിങ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എന്താണ്, ഒരു പ്രൊഡ്യൂസർ ഒരു പടം എടുക്കാമെന്ന് വിചാരിച്ചു, കഥ ഓക്കെ പറഞ്ഞു, തിരക്കഥ എഴുതി, ഡയറക്ടറും തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറും കൂടെ അത് വായിച്ചു കേട്ടു. നമുക്ക് ഇന്ന ആർട്ടിസ്റ്റിനെ വയ്ക്കാമെന്ന് പറയുന്നു. പ്രേം നസീറിനെ ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സത്യനെ ബുക്ക് ചെയ്യുന്നു, ഷീല അല്ലെങ്കിൽ ശാരദയോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യുന്നു. ആർട്ടിസ്റ്റൊക്കെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്രാം തീയതി ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന എന്താണ്, പൂജ ആൻഡ് റെക്കോർഡിങ്. ചിലപ്പോൾ പൂജ വേറെ ആയിരിക്കും, റെക്കോർഡിങ് വേറെ ആയിരിക്കും. അടുത്ത രംഗം എന്ന് പറയുന്നത് ഈ സംവിധായകൻ നമ്മുടെ ഗാനരചയിതാവിനെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് സന്ദർഭങ്ങൾ പറയുന്നു. അദ്ദേഹം പാട്ട് എഴുതി കൊടുക്കുന്നു, മ്യൂസിക് ഡയറക്ടർ ഏൽപ്പിക്കുന്നു, മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത് എല്ലാവർക്കും തൃപ്തിയായി റെക്കോർഡിങ്ങിലേക്ക് കിടക്കുന്നു. അത്രയും പ്രാധാന്യം പാട്ടുകളായി കഴിഞ്ഞാലേ ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ളൂ. അത്രയും പ്രാധാന്യമുണ്ട് അതിനകത്ത്. ഇപ്പോൾ എങ്ങനെയാണ്, ഞാൻ എൻ്റെ ഞാൻ ഇപ്പോൾ അടുത്ത 4-5 വർഷമായിട്ട് ചെയ്തതിനകത്ത് മ്യൂസിക് ഡയറക്ടർ ഞാനും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ടില്ല. അവരൊക്കെ അറിയാമായിരിക്കും, നമ്മൾ ഫോണിൽ കൂടെ വിളിക്കുന്നു, നമ്മൾ വാട്സാപ്പിൽ പിന്നെ എഴുതി അയച്ചു കൊടുക്കുന്നു. അയാളത് മോളി ഇങ്ങോട്ട് അയച്ചു വരും, സാറേ 3ാമത്തെ വരി ഒന്ന് മാറ്റിയ തിരക്കേട്ടില്ല എന്ന് പറയുന്നു. നമ്മൾ മാറ്റി അയച്ചു കൊടുക്കുന്നു. അയാൾ പിന്നെ ഓഡിയോ ക്ലിപ്പ് ഇങ്ങോട്ട് അയച്ചു തരും. അങ്ങനെ അങ്ങോട്ടോട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അയാളത് എന്നിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് പാടുന്ന ആൾക്ക് അയച്ചു കൊടുക്കുന്നു. പാടുന്ന ആൾ എവിടെയെങ്കിലും എടുത്തിട്ട് പാടി ഇങ്ങോട്ട് അയച്ചു, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പരുവത്തിലാക്കി ഇങ്ങനെ തരും. ടെക്നിക്കൽ ക്വാളിറ്റി ഇപ്പോൾ ഒരുപാട് നന്നായതുകൊണ്ട് ഒരുപാട് പോരായ്മകളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പണ്ട് ഈ ടേക്ക് 2 ഒന്നും ഇല്ലാത്തിരുന്ന, എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ട്രെയിറ്റായിട്ട് പാടിയെടുക്കുന്ന കാലത്ത് ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയിട്ടുണ്ട്.
അപ്പോൾ അന്ന് ഗായകൻ തന്നെ പറയും, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ പറയും ശരിയായില്ല, നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബിറ്റ് എടുക്കാം, ബിറ്റ് എടുക്കാം, പിന്നെ ആഡ് ചെയ്യാം. മറ്റതങ്ങനെയല്ല, ഒരുമിച്ച് ചെയ്യല്ലേ. അപ്പോൾ എനിക്കറിയാം ഈ ചില കാര്യത്തിലൊക്കെ നമ്മുടെ ദേവരാജൻ മാസ്റ്റർ പോലെ വളരെ നിഷ്ഠയുള്ള ആൾ, ഇപ്പോൾ 8 വയലിനിസ്റ്റുകളിരുന്ന് വയലിൻ വായിക്കുകയാണെങ്കിൽ ഒരു വയലിനിസ്റ്റിൻ്റെ ശ്രുതി തെറ്റാണെങ്കിൽ മാസ്റ്റർക്ക് അറിയാം, പേര് ചൊല്ലി വിളിക്കും, നിൻ്റെ അത് ശരിയല്ല, ഒന്നും കൂടെ കറക്റ്റ് ചെയ്യുക, ഒന്ന് റിഹേഴ്സൽ ചെയ്യുക, കേൾക്കട്ടെ, ഓക്കെ, ഇനി തെറ്റിക്കരുത് കേട്ടോ. അയാൾ ടേക്കിങ്ങിൻ്റെ സമയത്ത് തിരിച്ചു ടേക്ക് നിർത്തി അവനെ പറഞ്ഞു വിടാൻ പറയും. ഞാൻ കണ്ടിട്ടുള്ള രംഗമാണ്. അപ്പോൾ അങ്ങനെയാണ് മ്യൂസിക് ഡയറക്ടർ കൺട്രോൾ എന്ന് പറയുന്നത്. എവറിത്തിങ് പെർഫെക്റ്റ് ആയിരിക്കണം. അന്നത്തെ എത്ര മ്യൂസിക് ഡയറക്ടേഴ്സ്, വയലാറിനെ പോലുള്ള, ഭാസ്കര മാഷ പോലുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള പിന്നെ ഗാനരചയിതാക്കൾ. വി ആർ ക്രിയേറ്റിംഗ് സംതിങ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള വിചാരം ഇപ്പോൾ അങ്ങനെ ഗാനമേഖലയിൽ ആ ഒരു സെൻസ് ഓഫ് ഇമ്പോർട്ടൻസ് ഇല്ല, ഒരു പ്രാധാന്യമില്ല. അതുപോലെ ഈ ഗാന എഴുത്തെന്നൊക്കെ പറയുന്നത് അത് ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ ഇരുന്ന് എഴുതേണ്ടതാണ്. അതുപോലെ സിനിമ എഴുത്തെന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ചൊരു ഗാനം എഴുതേണ്ട അവസ്ഥയൊക്കെ വരില്ല. ഉദാഹരണത്തിന് പിന്നെ പിള്ളേരെല്ലാവരും കൂടെ ആഘോഷിക്കുന്ന ഒരു പാട്ടാണെന്നിരിക്കട്ടെ, പാട്ട് എഴുതുന്നവനെ ആഘോഷിക്കണമെന്നില്ല, അവൻ്റെ മനസ്സിലെ ആഘോഷത്തിനെ ഉൾക്കൊണ്ടാൽ മതി. നമ്മൾ തനിച്ചിരുന്ന് തന്നെയാണ് എഴുതുന്നത്. ഈ പിള്ളേരെന്തായിരിക്കും അവൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത്, ഇവൻ്റെ മനസ്സിലെ ബിംബം എന്തായിരിക്കും അവനെ എക്സൈറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് എമ്പതൈസ്. റൈറ്റിംഗ് ഈസ് ഒരു എഴുത്തെന്ന് പറയുന്നത് വളരെ ഏകാന്തമായിട്ടുള്ളൊരു പ്രക്രിയ തന്നെയാണ്. അതിന് എന്ത് തരത്തിലുള്ള എഴുത്താണെങ്കിലും ഏകാന്തമായിരിക്കും. അല്ല, അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരിയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുമ്പോൾ അപ്പോൾ തന്നെ അയാൾ എഴുതി കൊടുക്കും. എന്നെക്കൊണ്ട് സാധിക്കില്ലത്. എനിക്ക് ആ ട്യൂണ് മനസ്സിലിട്ട് മനനം ചെയ്ത് ആ കഥാപാത്രവുമായിട്ട് ഒരുപാട് സമയമെടുക്കും നമ്മൾ ആ കഥാപാത്രവുമായിട്ട് തന്മയീഭവിക്കാൻ. ചിലർക്ക് പറ്റും, അത് മോശമാണെന്ന് ഞാൻ പറയില്ല, എന്നെക്കൊണ്ട് സാധ്യമല്ലത്. എനിക്കത് സ്വകാര്യമായിട്ട് എല്ലാവരെയും പറഞ്ഞു വിട്ട് എൻ്റെ സ്വകാര്യതയിൽ മാത്രമേ എഴുതാൻ സാധിക്കൂ. ഇതൊന്നും മാത്രമല്ല, കവിതയായാലും ലേഖനമായാലും എല്ലാം തന്നെ. ഓഫീസ് ഫയൽ മാത്രം വേണമെങ്കിൽ എഴുതാം, അത് കവിതയല്ല. ഒരു മൂകാംബികാ ദേവി ഭക്തനെ സൗപർണികാമൃത പാട്ട് ഉൾപ്പെടെ കാണാൻ സാധിക്കും. ശരിക്കും താങ്കൾ മൂകാംബികാ ദേവി ഭക്തനാണോ? എഴുത്തുന്ന അതിപ്പോൾ ദൈവവിശ്വാസം എന്നുള്ളത് എന്താണ്? നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുടെ അതിദേവതയാണല്ലോ. സെൻസ് ഓഫ് മിസ്റ്ററിയോട് കൂടി ജീവിച്ചാൽ നമ്മൾ ഈശ്വര വിശ്വാസിയാവും. അല്ല, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ അല്പജ്ഞാനമാണെങ്കിൽ അവന് നിരീശ്വരവാദത്തിൽ കുഴപ്പമില്ല, കാരണം അല്പജ്ഞാനമാണത്, മിസ്റ്ററിയാണ്. അപ്പോൾ കലാകാരന് ഈ മിസ്റ്ററിയെ പറ്റി നല്ല ബോധ്യമുണ്ട്. കാരണം നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത്, നമ്മൾ പഠിച്ചു വെച്ചതാണോ, നമ്മൾ എന്നോ കേട്ടോ മറന്നോ മറക്കാത്തതോ ആയി നമ്മുടെ അബോധത്തിൽ എവിടെയോ അടിഞ്ഞു കിടക്കുന്ന ബിംബങ്ങൾ സമുചിതമായ രീതിയിൽ ഉയർന്നു വരണമെങ്കിൽ നമ്മുടെ മനസ്സിലെന്തോ നമുക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധിക്കാത്ത എന്തൊക്കെയോ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ആ പ്രക്രിയയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുന്നത് അപാരമായ ധ്യാന മനോഭാവത്തോടെയാണ്. മെഡിറ്റേഷണൽ ക്വാളിറ്റി. മെഡിറ്റേഷൻ ഇങ്ങനെ ഇത് തപസ് ചെയ്യണമെന്ന് ഞാൻ പറയല്ല. നമ്മൾ ആ ഒരു മിസ്റ്ററി, എൻ്റെ കയ്യിലുള്ള കാര്യമല്ല ഇത്, എന്നെ ഇതിന് ഉപകരണമാക്കണമേ എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ മനനം ചെയ്യുമ്പോഴാണ് ആ ഇമേജുകൾ അങ്ങനെ വരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ എനി ക്രിയേഷൻ, ഏത് തരത്തിലുള്ള സൃഷ്ടിയും പൂർണ്ണമായി യുക്തിക്ക് വഴങ്ങുന്നതല്ല. യുക്തിക്ക് വഴങ്ങാത്തതിനെ നമുക്ക് യുക്തിക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയുടെ മുമ്പിൽ കൊണ്ടങ്ങ് സമർപ്പിക്കുകയാണ്. ശരിക്കും ആ ഗാനം എഴുതുന്ന സമയത്ത് മൂകാംബിക ദേവിയെ കണ്ടിട്ടില്ല എന്ന് കാണേണ്ട കാര്യം എന്താണ്? അവിടെ പോയി ഒരു വിഗ്രഹം കാണേണ്ട കാര്യം എന്താണ്? അത് പോയി കാണണം. കാണാതെ തന്നെ നമുക്ക് ഉപാസിച്ചുകൂടെ? അവിടെ പോയി നമ്മൾ വിഗ്രഹ വർണ്ണന അല്ലല്ലോ നടത്തിയിരിക്കുന്നത്. ഞാൻ ആ പാട്ടിൽ ആ പാട്ടെന്താണ്? കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ്വശുഭകാരിണി. വിഗ്രഹത്തെപ്പറ്റി 4 കൈയുള്ള വിഗ്രഹമാണെന്നും ആ വിഗ്രഹത്തിൻ്റെ കണ്ണിങ്ങനെയാണെന്നും മൂക്കിങ്ങനെയാണെന്നും ഞാൻ വർണ്ണിച്ചിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ വർണ്ണിച്ച് നമുക്ക് പാട്ടെഴുതാം. നമുക്ക് എന്താണ് ആപാദ ചൂട വർണ്ണന വർണ്ണിക്കാം. അങ്ങനെ നമ്മൾ ഗുരുവായൂരപ്പനെ പറ്റിയൊക്കെ എത്രയോ പാട്ടുകളുണ്ട്, ഞാനും എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ വിഗ്രഹം കണ്ടിട്ട് എഴുതണം. പക്ഷേ ഇതല്ല, ഇത് ഒരു സങ്കല്പമാണ്. ആധ്യാത്മികയായിട്ടുള്ള ദേവിയെ സങ്കല്പിക്കാൻ എനിക്ക് വിഗ്രഹം കാണണമെന്നില്ല. വിഗ്രഹം കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ പോയി കാണും, തൊഴും, അത് വേറെ കാര്യം. പക്ഷേ ആ ഒരു ഞാനീ പറഞ്ഞ ആശയമാണ്, ആശയത്തെ ഇൻവോക്ക് ചെയ്യുകയാണ്. അതല്ലാതെ പിന്നെ ക്ഷേത്രവർണ്ണനയോ ബിംബവർണ്ണനയോ അല്ല ആ പാട്ടിൽ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കുടജാദ്രിയിൽ നിന്നുള്ള പാട്ടും സൗവർണികാമൃത വീജികൾ എന്നുള്ള പാട്ടും ഈ ഒരു വിഗ്രഹ നിബദ്ധമല്ലാത്ത തലത്തിലേക്ക് ഉയരുന്നത് കൊണ്ടാവണം ആ പാട്ടുകൾ ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്നതും പാടുന്നതും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ്
വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്തിഗാനം എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവിലേക്കുള്ള നമ്മുടെ ഒരു കൊച്ചു സമർപ്പണമാണ്. ഈ നല്ല എഴുത്തുകൾക്ക്, അത് കഥയായാലും കവിതയായാലും ഗാനങ്ങളായാലും, അതിന് പിന്നിൽ തീവ്രമായ അനുഭവങ്ങൾ വേണം, നല്ല അനുഭവങ്ങൾ വേണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള? അനുഭവമുള്ള എല്ലാവരും എഴുതിക്കൊള്ളുന്നില്ല. എഴുതുന്ന എല്ലാവരും അനുഭവങ്ങൾ കൊണ്ട് മാത്രം എഴുതാനും സാധ്യമല്ല. അനുഭവം ഇല്ലാതെ എഴുതാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ അനുഭവങ്ങൾ നമ്മളെക്കാളും തീക്ഷ്ണമായിട്ടുള്ള അനുഭവമുള്ളവരില്ലേ? ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട് ഒരുപാട് പേര്, ഇല്ലേ? തീക്ഷ്ണമായിട്ടുള്ള അനുഭവം. എല്ലാവരും എഴുത്തുകാരാവുന്നുണ്ടോ? ഇല്ലേ? അതുകൊണ്ട് എഴുത്ത് എന്നെ അനുഭവം വേണമായിരിക്കാം, പക്ഷെ അത് മാത്രം പോരാ. ഇത് സിന്തസൈസ് ചെയ്യുന്നൊരു മനസ്സാണ് പ്രധാനം. അതുകൊണ്ട് നിനക്ക് അനുഭവം ഉണ്ടോ ഇല്ലയോ? എൻ്റെ അടുത്ത് ചിലർ ചോദിച്ചിട്ടുണ്ട്, സാറിന് എന്തിനാണ് ഈ ദുഃഖം എന്നൊക്കെ ചോദിച്ചിട്ട് കവിതയിൽ. അപ്പോൾ ഈ നമുക്ക് ബാഹ്യമായിട്ടുള്ള ദുഃഖം മാത്രമല്ല, നമ്മൾ എല്ലാം മനസ്സാണല്ലോ, ആന്തരികമാണെല്ലാം. അതുകൊണ്ട് അനുഭവം വേണമെന്ന് പറഞ്ഞാൽ അനുഭവം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയുണ്ടായിരുന്നു, 2 കുട്ടികൾ. ഒരുത്തന് 16 അടി കൊടുത്താൽ അവൻ കരയില്ല, മനസ്സിലായില്ല? അവൻ കരയില്ല, അവൻ കരയുന്നവരെ അടിക്കുക എന്നുള്ളതാണ് ചില ടീച്ചർമാരുടെ ലക്ഷ്യം. മറ്റവന് ഒരുത്തനുണ്ട്, സാറ് വടിയെടുക്കാനായിട്ട് മേശയിൽ തിരിഞ്ഞാൽ മതി അവൻ കരയും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അനുഭവം എങ്ങനെ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. തീക്ഷ്ണമായ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരു എഴുത്തുകാരനായിക്കൊള്ളുന്നില്ല. എഴുത്തുകാരന് ചെറിയ അനുഭവം മതി, അവനതിൻ്റെ തീക്ഷ്ണത ഉണ്ടാക്കിക്കൊള്ളും. ഇപ്പോൾ MT വാസുദേവൻ നായരുടെ മഞ്ഞിൽ എന്താണ് അനുഭവം? സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്ന ഒരു യുവാവ് വിമല എന്ന് പറയുന്ന ഒരു ടീച്ചറെ കബളിപ്പിച്ചിട്ട് പോയി. അവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവൾ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ഒരുപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള അനുഭവം തന്നെയാണല്ലോ ഇത്. പക്ഷേ അത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ മഞ്ഞ് വന്ന് പൊതിയുന്ന പോലുള്ള നിർവൃതിയിൽ നമ്മളത് വായിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അനുഭവത്തെക്കാൾ കൂടുതൽ ആ അനുഭവത്തെ സാന്ദ്രീകരിക്കാനുള്ള ആ കഴിവാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് നിർവചിക്കാനൊന്നും സാധ്യമല്ല. എഴുത്ത് മിസ്റ്റീരിയസ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എഴുത്ത് പ്രത്യേകിച്ച് സംഗീതവും എഴുത്തും മിസ്റ്റീരിയസ് ആണ്. അത് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് മഞ്ഞെന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച 10 നോവലുകൾ എടുത്താൽ ഒന്നായിട്ട് എടുക്കേണ്ടതാണ് 100 പേജ് മാത്രമുള്ള ഈ നോവൽ. എന്താ കാരണം? ഒരു പെൺകുട്ടിയുടെ ഏകാന്തത, ഒരു ടീച്ചറുടെ ഏകാന്തമായിട്ടുള്ള തിരസ്കാര ബോധത്തെ നമ്മളുടെ ഒരു അനുഭവമാക്കി മാറ്റാനുള്ള ആ കഴിവ്, എന്തെല്ലാമാണ് അദ്ദേഹം സങ്കേതങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് എഴുത്തിൻ്റെ ത്രില്ലെന്ന് പറയുന്നത്. നമ്മുടെ അനുഭവം മാത്രമല്ല, അനുഭവം വേണം. അനുഭവത്തെ നമ്മൾ എന്തുമാത്രം തീക്ഷ്ണമാക്കി അനുഭവിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സ്വതന്ത്രമായിട്ടുള്ളൊരു എഴുത്ത് സിനിമയിലെ ഗാനരചനയിലേക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില സന്ദർഭങ്ങൾ കിട്ടും. വളരെ സന്ദർഭബദ്ധമായിട്ടാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. മഴ എന്നുള്ള പാട്ടിൽ ഒരു ഗായകൻ പാടുന്ന ഒരു പാട്ട് വേണം, എന്തും ആവാൻ തീം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ എഴുതാം. ഒരു സന്ദർഭത്തിൽ അവർക്ക് സിനിമയുടെ നറേഷനിലെ സമയത്തിനും എന്തിനും ഒരു പാട്ട് വേണം, പാട്ടൊരു ആവശ്യമാവും. അപ്പോൾ ഈ ഫ്രീഡം എന്നൊരു പാട്ടാണ് ഇത്രമേൽ മണമുള്ള കുടമുല്ല പൂവുകൾക്ക് എത്ര കിനാക്കൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മളത് സിനിമയുടെ സന്ദർഭമായിട്ട് അതിനെ ബന്ധിപ്പിച്ചും അപ്പോൾ ഒരു സന്തോഷം. അങ്ങനെയാണ് ആ പാട്ട്. അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ചിലപ്പോഴൊക്കെ എഴുതാൻ പറ്റും നമുക്ക്, പലപ്പോഴും ഉള്ളു കേട്ടോ. മിക്കവാറും സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ദുഃഖവും കഥാപാത്രത്തിൻ്റെ പ്രണയവും കഥാപാത്രത്തിൻ്റെ പ്രശ്നങ്ങളുമാണല്ലോ നമ്മുടെ പ്രശ്നം. അവിടെയും നമുക്ക് ഇപ്പോൾ വയലാർ രാമവർമ്മ തന്നെ എത്രയോ പടങ്ങളിൽ കഥയുടെ സന്ദർഭത്തിൽ ഇരിക്കുക തന്നെ ആ പാട്ടുകളെ ആകാശത്തോളം ഉയർത്തിയ എത്ര സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ 1000 പാദസരങ്ങളിൽ ഈ ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മയങ്ങി എന്നുള്ളത്. ഞാൻ ആലുവ പാലസിൽ പോയി മിക്കവാറും താമസിക്കും ഈ പാട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ നദി എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ മറന്നല്ലോ, പ്രേം നസീറിൻ്റെ ശാരദയൊക്കെ മറന്നല്ലോ. പക്ഷേ എങ്കിലും ആലുവാപ്പുഴ കാണുമ്പോൾ നമുക്ക് ഈ പ്രേമസാക്ഷിയായിട്ട് ഒഴുകുന്ന ആലുവായ പുഴയെപ്പറ്റി നമുക്ക് ഇഷ്ടം വരില്ലേ? അപ്പോൾ അതുകൊണ്ട് സന്ദർഭത്തിന് വേണ്ടി എഴുതുമ്പോഴും സന്ദർഭത്തിന് അതീതമായിട്ട് പാട്ട് വളരും. അത് നല്ല എഴുത്തുകാർക്ക് മാത്രമേ സാധിക്കൂ. ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മളിങ്ങനെ കവിത എഴുതുമ്പോൾ ആ സംഘർഷം മനസ്സിൽ ഉൾക്കൊണ്ടാണ് എഴുതുന്നത്. തീർച്ചയായും. അപ്പോൾ അത് ആ പാട്ട് എഴുതുന്ന സമയത്തും പിന്നീട് ആ ഒരു സംഘർഷം മനസ്സിൽ നിലനിൽക്കാറുണ്ടോ? എഴുതി കൊടുത്താൽ കഴിഞ്ഞല്ലോ, അവസാനിച്ചു. പിന്നെ നീയായി നിൻ്റെ പാടായി എന്നുള്ള പാട്ടല്ലേ. ആ രാത്രി മുഴുവൻ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ സംഘർഷത്തെ നെഞ്ചിലേറ്റും, അതിനെപ്പറ്റി സംശയമില്ല. അത് തീർച്ചയായിട്ടും കൂടുതലും രൂക്ഷമായിട്ടുള്ള സന്ദർഭങ്ങളാണല്ലോ നമുക്ക് വരുന്നത്. ലൈറ്റ് പ്രണയം എഴുതാൻ എളുപ്പമാണ്, നമുക്കിത്തിരി പ്രണയിക്കുകയും ചെയ്യാം രാത്രി സങ്കല്പത്തിൽ, മനസ്സിലായില്ലേ? പക്ഷേ വിഷമം ഈ ഭയങ്കര രൂക്ഷമായിട്ടുള്ള സംഗതി അത് നമ്മളെ തന്നെ അത് വല്ലാതെ വല്ലയ്ക്കും. അങ്ങനെ ഏതെങ്കിലും ഗാനം എഴുതുന്ന സമയത്ത് അങ്ങനെ വല്ലാണ്ട് പാട്ട് തന്നെ ഉണ്ടല്ലോ, പക്ഷിയിൽ തന്നെ മൂവന്തിയായി
മൂവന്തിയായി പകലിൽ രാവിൻ വിരൽ സ്പർശനം, അതൊക്കെ ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു സന്ദർഭമാണ്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട് രാപ്പാടികൾ പിരിയേണ്ട സമയമായി എന്നും. അപ്പോൾ നമ്മളവിടെ സ്വയം സങ്കല്പിക്കും, ഞാനും XYZ അല്ലെ എക്സും കൂടെയാണ്. നമുക്കൊരു എക്സ് വേണമല്ലോ എപ്പോഴും. ഞാനും എക്സും കൂടെ ഇന്ന സ്ഥലത്ത് പോയി താമസിച്ചു, ഒരു രാത്രി അവൾക്ക് പോകണം, എനിക്കും പോകണം. എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ആ പിരിയുന്നതിൻ്റെ ഒരു വേദന, പിരിയാതിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം, എന്നാൽ പിരിയേണ്ട അനിവാര്യത ഒക്കെ കൂടെ ചേർത്ത് വരുമ്പോൾ നമുക്ക് ചില ബിംബങ്ങളിങ്ങനെ വരുന്നു. നമ്മളാണ് അവിടെ നിൽക്കുന്നത്, നമ്മളാണ് അവിടെ നിന്ന് ഈ ആവിഷ്കാരം നടത്തുന്നത്. അതുകൊണ്ടാണ് പാട്ടുകൾ നന്നാവുന്നത്. അല്ല ചുമ്മാ വാക്കുകൾ മാത്രം എഴുതി കൊടുക്കുകയാണെങ്കിൽ എളുപ്പം. നമുക്ക് പിന്നെ 3 അക്ഷരമുള്ള വാക്ക്, 2 അക്ഷരമുള്ള വാക്ക്, 4 അക്ഷരമുള്ള വാക്കെല്ലാം ചേർത്ത് വയ്ക്കുക. അങ്ങനെ പാട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം അതിനകത്ത് ആമഗ്നമാക്കുമോ അത്രയും പാട്ടിൻ്റെ ക്വാളിറ്റി നന്നാവും. നമ്മൾ അത്തരത്തിലൊരു ഗാനം എഴുതുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ട്യൂണൊക്കെ നമ്മൾ തന്നെ ട്യൂൺ വരുന്ന പാട്ടുകളാണെങ്കിൽ പിന്നെ ശല്യമില്ല, നമ്മൾ അതിനെ ട്യൂണ് പഠിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ട്യൂൺ എപ്പോഴും ഉണ്ടാവും. ട്യൂൺ അങ്ങനെ ഉള്ളതിനേക്കാളും നമുക്കൊരു താളം ഉണ്ടാവും. രചനയ്ക്ക് ഇറങ്ങുന്ന ഏതൊരാൾക്കും ആദ്യം വേണ്ടത്, നമുക്കെല്ലാവർക്കും പാടാൻ പറ്റില്ലായിരിക്കും. നമുക്കിപ്പോൾ രാഗവേദമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, കേട്ടാലറിയാം. പക്ഷേ എന്തെങ്കിലും നമ്മൾ രാഗമൊന്നും ശാസ്ത്രീയമായിട്ട് പഠിച്ചതല്ല, നമുക്കതൊന്നും വേണ്ട. താളം വേണം. ഈ താളം ആണ് പാട്ടിൻ്റെ ആത്മാവെന്ന് പറയും. താളമില്ലാത്ത ഒരു വരി എഴുതിയ മ്യൂസിക് ഡയറക്ടർ ഓടിക്കളയും. മനസ്സിലായില്ലേ? അത് പിന്നീട് പാട്ടായി മാറുന്ന സമയത്ത് നമ്മുടെ വിചാരിച്ചതിൽ നിന്ന് വേറൊരു ഒരിക്കലും മാറണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. വ്യത്യസ്ത മ്യൂസിക് അറിയാമെന്നുള്ള ആൾ എടുത്തു വെച്ചിട്ട് ഇന്ന രാഗത്തിൽ അതിനെ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവമായി മാറും. അതാണല്ലോ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ജോയ് എന്ന് പറയുന്നതാണ്. നമുക്കതിനകത്ത് വിഷമമല്ല വരുന്നത്, ഇതിനെ ഇങ്ങനെ ആക്കിയല്ലോ, നമുക്ക് സന്തോഷമാണ് വരുന്നത്. നമ്മൾ മ്യൂസിക് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടുന്ന ട്യൂണെല്ലാം ഒരുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാ ട്യൂണും ഒരുപോലെ ഇരിക്കും. മ്യൂസിക് ഡയറക്ടർ അതിനകത്തൊരു വലിയ അത്ഭുതമാണ്. നമുക്ക് വലിയൊരു ത്രില്ല് തോന്നും. നമ്മുടെ വരികളെ ഇങ്ങനെ മാറ്റിക്കളഞ്ഞല്ലോ എന്ന് തോന്നും. അത് ഈ ചന്ദനലേപ സുഗന്ധമൊക്കെ എഴുതുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിലൊരു ട്യൂണുണ്ട്, പക്ഷേ അത് രവിയുടെ കൈ കിട്ടിയപ്പോഴത്തേക്ക് അതങ്ങ് മാറി. അതിൽ തന്നെ അദ്ദേഹം 12 ട്യൂൺ ഇട്ട് വെച്ചു. വലിയ ഒരു ദുരന്തം കൺമുന്നിൽ നിൽക്കുന്നു സാറ് തന്നെ പറഞ്ഞു. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല, എന്നാലും ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു വലിയ വികാരം തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നടക്കട്ടെ. അതുപോലെ തന്നെ ഗാനരചനയുടെ പണിപ്പുരയിലാണെന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ ആശംസകൾ നേരുകയാണ്. കേരള വിഷൻ ന്യൂസിനോട് ഇത്രയും സമയം ചെലവഴിച്ചതിന്, ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.